റാപ്പിഡ് റെയിൽ പദ്ധതിയുമായി RRTSുമായി കേരളം മുന്നോട്ട്. കേന്ദ്ര സർക്കാരിനെ സമീപിച്ച മുഖ്യമന്ത്രി അതിവേഗ റെയിൽ പാത നടപ്പാക്കാൻ സന്നദ്ധത അറിയിച്ച് കേന്ദ്രത്തിന് മുഖ്യമന്ത്രി കത്തയച്ചു. DPR തയ്യാറാക്കാനുള്ള ഫണ്ട് തേടി കേന്ദ്ര നഗര മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഋഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഒരാൾ പൊന്നാനിയിൽ ഓഫീസിൽ തുറന്നിരിപ്പുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീധരൻ. ആ പദ്ധതിയെക്കുറിച്ചല്ല, പകരം സർക്കാരിന്റെ RRTC ആണ് ഇപ്പോൾ അനുമതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം പണം നൽകിയാൽ DPR ചെയ്തു തുടങ്ങും. സർക്കാർ അതിവേഗം കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണോ അതിവേഗ റെയിൽ കാര്യത്തിൽ? അരുൺകുമാർ, കഴിഞ്ഞ മാസം 28-ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് RRTS സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തത്. ദില്ലി മീററ്റ് മാതൃകയിൽ സംസ്ഥാനത്ത് അതിവേഗ റെയിൽപാത, ഇത് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് മന്ത്രിയുമായി തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചർച്ച നടത്തിയതാണ്. കൃത്യമായ ഒരു DPR സമർപ്പിച്ചാൽ പരിഗണിക്കാമെന്ന ഉറപ്പ് നഗരകാര്യ മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച മന്ത്രിസഭ തീരുമാനമെടുക്കുകയും മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട കത്ത് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ആ കത്തിൽ സ്വാഭാവികമായും അനുകൂലമായ ഒരു പ്രതികരണം നഗരകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാർ. 583 കിലോമീറ്ററിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. 4 ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് അതിവേഗ റെയിൽപാത നിർമ്മിക്കാനാണ് സംസ്ഥാനം പദ്ധതിയിടുന്നത്. അത് സംബന്ധിച്ച പണം അനുവദിക്കുന്നതിനനുസരിച്ച് DPR തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ഇത് പാരിസ്ഥിതികമായി യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ല. പാരിസ്ഥിതിക ആഘാതം താരതമ്യേന കുറവായിരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പൂർണ്ണമായും തൂണുകളിൽ ആയിരിക്കും ഈ റെയിൽപാത പോവുക. നേരത്തെ സിൽവർ ലൈൻ അല്ലാതെയാണ് കൂടുതൽ. തൂണുകൾ മാത്രമായിരുന്നില്ല പദ്ധതി, അതിന് കടുത്ത എതിർപ്പുയർന്നു. റെയിൽവേ മന്ത്രാലയം പല കാര്യങ്ങളിലും എതിർപ്പുയർത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സിൽവർ ലൈന് അനുമതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇങ്ങനെ RRTS നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. അതിന്റെ തുടക്കമാണ്. അതിവേഗത്തിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. RRTSൽ കേരളം അതിവേഗം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ പൊന്നാനിയിൽ ഓഫീസ് തുറന്നിട്ട് നമ്മുടെ ശ്രീധരൻ ഇരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. DMRC ശ്രീധരന് ഇതുവരെയും അനുവാദം കൊടുത്തിട്ടില്ല, അങ്ങനൊരു ഉത്തരവ് കൊടുത്തിട്ടില്ല. റെയിൽവേ മന്ത്രാലയം DMRCക്ക് ഒരു ഉത്തരവ് കൊടുത്തിട്ടില്ല. പക്ഷേ ശ്രീധരൻ അവിടെ ഒരു ഓഫീസൊക്കെ തുറന്നിരിപ്പുണ്ട്. പഴയ റെയിൽവേയിലൊക്കെ ജോലി ചെയ്ത പഴയ കുറച്ച് പേര്, റിട്ടയർ ചെയ്ത ഹാൻസും അവിടെ ഉണ്ടായിരുന്നു, 2 പേര്. എന്താണ് ഓഫീസിന്റെ അവസ്ഥയെന്ന് നമുക്ക് നമ്മുടെ മലബാർ ബ്യൂറോയോട് ചോദിക്കാം. എന്തായാലും ഇപ്പോൾ RRTSൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. കേന്ദ്ര നഗരകാര്യ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു സംസ്ഥാനം.